കോട്ടക്കൊത്തളങ്ങളെ പൊളിച്ചടക്കിയ അവസാനം അൻവർ UDF കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടും രണ്ട് വഴിക്കായിരുന്ന സതീശനും അൻവറും ഒരേ വേദിയിൽ അടുത്തടുത്തിരുന്നപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു: അൻവർ ഇനി UDFിലേക്കുള്ള വഴി എളുപ്പമെന്ന്. UDFിൽ നിന്നും LDFിലേക്കും പിന്നീട് തൃണമൂലിലേക്കും വീണ്ടും UDFിലേക്കും അൻവർ തന്റെ രാഷ്ട്രീയ യാത്ര നടത്തുമ്പോൾ എവിടെ തുടങ്ങിയോ അവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. മുൻപ് ഭരണപക്ഷത്തായിരുന്ന സമയത്ത് പച്ചയ്ക്ക് VD സതീശനെ കുറ്റം പറഞ്ഞിരുന്ന അൻവറാണിപ്പോൾ കയ്യും കൊടുത്ത് മെയ്യും ഒരുമിയിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര പ്രചാരണ ജാഥയിലായിരുന്നു അൻവർ എത്തിയത്. നേരത്തെ പലകുറി UDFിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചപ്പോൾ അൻവറിന് തടസ്സമായി നിന്നതും ഇതേ സതീശനാണ്. ആ തടസ്സം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ചെന്നിത്തലയും ഉറപ്പിച്ചു കഴിഞ്ഞു അൻവർ UDFിലേക്കെന്ന്. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. മുഴുവൻ നേതാക്കള് അവരുടെ പേരൊക്കെ നമ്മുടെ സ്വാഗത പ്രാസംഗികനും പറഞ്ഞു, അധ്യക്ഷനും പറഞ്ഞു. പേര് പറയാത്ത ഒരാളിപ്പോ കയറി വന്നിട്ടുണ്ട്, അൻവർ. അദ്ദേഹത്തിന്റെ പേര് മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുകയാണ്, ഒരു സംശയമില്ല. ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി UDFിനുണ്ടാകുമ്പോ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ 13 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് 1972 ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന UDFിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. വൈൽഡ് ലൈഫ് വാർഡനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾ പോയി അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ഉത്തരവ് കൊടുക്കാൻ ത്രാണിയില്ല ഇവിടുത്തെ ഭരണാധികാരികൾക്ക്. ഈ ജനുവരി ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. 9ഓളം മരണങ്ങളാണ് കേരളത്തിലുണ്ടായത്. 7 ആന ചവിട്ടിക്കൊന്നതാണ്. ആ നിയമം ഈ സംസ്ഥാനത്ത് ഈ മാസം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ 7 ആനയെ വെടിവെച്ച് കൊല്ലാൻ ആ നിയമം അനുശാസിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ നടക്കാത്തതുള്ളൂ. ഉത്തരേന്ത്യയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ വടക്ക് കിഴക്കൻ പ്രദേശം, ഇതേപോലെയുള്ള പ്രദേശങ്ങളാ വെടിവെച്ച് കൊല്ലുന്നു, മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഇവിടെ ഫോറസ്റ്റ് തൊടാൻ പറ്റില്ല. കേരളത്തിന്റെ വനനിയമ ഭേദഗതി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിൽ വരാനിരിക്കുന്ന UDF ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഇത് ഏറ്റെടുക്കാൻ കഴിയും. 11(1)A ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം അത് ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രേരിപ്പിക്കുന്ന, അതിന് നിർബന്ധിക്കുന്ന സംവിധാനം വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര വന നിയമത്തിലെ പരിഷ്കരണം മറ്റൊരു വിഷയമാണ്. ഷാഫി പ്രസംഗിക്കുന്നത് വഴിയിൽ നിന്ന് ഞാൻ കേട്ടു. ഇടപെടുമെന്ന് പറയുന്നു. കേരളത്തിലെ മുഴുവൻ MPമാരും ഇടപെടേണ്ട പ്രശ്നമാണ്. രാജ്യത്തെ 13 സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ 5 സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ ആസാം അടക്കമുള്ള, ഛത്തീസ്ഗഡ് അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുകയാണ്, ഒരു സംശയമില്ല. ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി UDFിനുണ്ടാകുമ്പോ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ 13 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് 1972 ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന UDFിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു ഘട്ടത്തിലാണ് പിണറായിയെ വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്ന്. എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് കത്തുകളിലൂടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ്.
ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഒരു ബൈക്കിൽ 3 ആൾ പോയാൽ 3 ആളുടെ പേര് കേസ്. രാജ്യത്തിന്റെ പീനൽ കോഡ് സമ്മതിക്കുന്നില്ല. രാജ്യത്തിന്റെ CRPC അതിന് വകുപ്പില്ല. വണ്ടി ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ കേസെടുക്കാം. പക്ഷേ 3 ആൾ യാത്ര ചെയ്താൽ 3 ആളുടെ പേരിൽ കേസെടുക്കുന്നു. രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു. എന്താ ചോദ്യം? ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയുടെ പേരിന് ചോദ്യം വന്നിരിക്കുന്നു. സംശയം നിങ്ങൾ കരുതണ്ട. അതിലേക്കാണ് ഈ കൊണ്ടുവന്നത്. കഴിഞ്ഞ 3.5 കൊല്ലം ഒരുപക്ഷെ ആ ജില്ലയായി മാറാൻ പോകുന്നത് മലപ്പുറം ജില്ലയായിരിക്കും. എന്താ കാരണം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല. അവർ ക്രിമിനലുകളാണ്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 3.5 കൊല്ലമായി RSSന്റെ പണിയെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. പോലീസ് പണം സമ്പാദിക്കുന്നു. ഇവിടുത്തെ സകലമാന കള്ളക്കേസുകളിലും കള്ളക്കടത്തിലും പോലീസുകൾ പ്രതിയാണ്. പോലീസ് സ്വത്ത് സമ്പാദിക്കുന്നു. തെളിവടക്കം കേരളത്തിന്റെ ADGP അജിത് കുമാർ ഇത്ര കോടി രൂപ സമ്പാദിച്ചിരിക്കുന്നു. ആധാരമടക്കാ കൊടുത്തത്. അല്ല, PV അൻവർ ഞങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടത് ഈ യാത്രയിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന വനസമര യാത്രയിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ എല്ലാവരുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അതിനകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അങ്ങനെയാണ് എല്ലാവരുമായി ചർച്ച ചെയ്തത്. അല്ല, UDF വരുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഈ ജാഥയിൽ, മലയോര ജാഥയിൽ പങ്കെടുക്കുന്നതിന് അനുവാദം ചോദിച്ചു. അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മളെല്ലാവരുമായിട്ട് ആലോചിച്ചാണ് തീരുമാനിച്ചത്. എല്ലാവരും അതിനകത്ത് ഒറ്റ അഭിപ്രായം. കാരണം അദ്ദേഹം നേരത്തെ ജാഥ ഇതുപോലെ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരാള് ജാഥ ചേരണമെന്ന് പറയുമ്പോൾ ചേർക്കേണ്ടെന്ന് പറയേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ആദ്യം അറിയിക്കും. സ്ഥിരമായി നിങ്ങൾ ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം തീർന്നിരിക്കല്ലേ, ഇപ്പൊ ഒന്നുമില്ല. പോരെ, അതിപ്പോ 1-ാം തീയതി ആലപ്പുഴയിലെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ കോർഡിനേഷൻ കോർ കമ്മിറ്റി ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും. അതെ, സുനിൽ ജോർജിന്റെ കാര്യമുണ്ട്. അത് ചർച്ച ചെയ്ത് തീർക്കും.